പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. പ്രത്യേക ഒക്കേഷൻസിന്, ഗെറ്റ് ടുഗദറിന്, പാർട്ടിക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക സംഭവങ്ങൾക്ക് പറ്റിയൊരു കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കിന്നൊന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വളരെ ക്ലിയറായിട്ട് ഒരു സ്ലൈഡിൽ ഏറ്റവും ഒടുവിൽ വീഡിയോയുടെ ഏറ്റവും ഒടുവിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കത് ഈസി റെഫറൻസിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയും അതുപോലെ തന്നെ കൊക്കോ പൗഡറും കുറച്ച് ബേക്കിംഗ് പൗഡർ, ഞാൻ സെൽഫ് റൈസിങ് ഫ്ലോർ അല്ല എടുക്കുന്നത്, അതുകൊണ്ട് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുകയാണ്. പിന്നെ അല്പം ഉപ്പും. അപ്പം ഇത്ര ഇട്ടതിന് ശേഷം ഇത് അരിപ്പയ്ക്കകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിത് കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് എടുക്കാനായിട്ടാണ്. ഇതെല്ലാം അരിച്ചെടുത്തു. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്യുകയും ചെയ്യും, ബേക്കിംഗ് പൗഡർ ഉപ്പും എല്ലാമായിട്ട്. ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് കേക്കിനുള്ള മിക്സ് നമുക്ക് ശരിയാക്കാം. ഇതിലേക്ക് ഷുഗർ ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, അതായത് ഷുഗർ ഒന്ന് അലിയിച്ചെടുക്കാനായിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇത് ചെറുതായിട്ട് തിളയ്ക്കുന്ന വെള്ളമല്ല, ചെറുതായിട്ട് ചൂടാകുന്ന വെള്ളത്തിന്മേൽ ഇതൊന്ന് വെച്ചിട്ട് ഇത് നന്നായിട്ട് കലക്കിക്കൊണ്ടിരിക്കണം. പക്ഷെങ്കിൽ ഇത് വെന്ത് പോകരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ മുട്ട പൊരിച്ചതുപോലെ ആയിപ്പോൾ. ഇപ്പോൾ ഒരു 4-5 മിനിറ്റായി. ഇത് ചെറുതായിട്ടൊരു ചെറിയ ഇളം ചൂട് കേട്ടോ. അപ്പോൾ ഇത് വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇത് നിർത്തണേ. തിളയ്ക്കുന്ന വെള്ളത്തിന്മേലല്ല വെക്കേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റീൽ പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മുട്ട വെന്ത് പോകും. അപ്പോൾ ഞാനിത് മാറ്റുക. വെള്ളം തിളച്ചിട്ടില്ല, ചെറിയ ചെറിയ ബബിളിങ്ങനെ ചെറിയ തീയിൽ ഞാനിങ്ങനെ വെച്ചാണ് ഇത് ചെയ്തത്. ഇനി നമുക്കിത് ഹൈയിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യാം. ഒരു 4-5 മിനിറ്റ് വരെ ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നിർത്തിയിട്ട് നമുക്കിതിലേക്ക് വാനില എക്സ്ട്രാക്റ്റ് ഒഴിക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് എത്രയും നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അത്രയും നന്നായിട്ട് നമ്മുടെ കേക്ക് ശരിയാവും. അതുകൊണ്ടാണ് ചെറിയ ചൂടാക്കുന്ന ടെക്നിക്ക് അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞത്. നമ്മൾ വാനില എക്സ്ട്രാക്റ്റും മിക്സ് ചെയ്തു. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അതുപോലെ ഇത് ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, മെല്ലെ മെല്ലെ ഇങ്ങനെ വേണം എടുക്കാൻ. അത് ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിരിക്കും കേട്ടോ. തുടക്കക്കാർക്കാണ് ഞാൻ പ്രത്യേകം പറഞ്ഞു തരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയില്ലേ, അത് ഒരു 3 ഭാഗമായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്യണേ. ഒന്നിച്ചിടാൻ പാടില്ല. നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കണം. തന്നെയല്ല, വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ബീറ്ററിട്ട് അടിക്കരുത്, കട്ടിയായി പോകും നമ്മുടെ കേക്ക്. ഇനി അടുത്ത സെക്ഷൻ ഇടാം. അതും നന്നായിട്ട് അത് ഡീപ്പായിട്ട് ഇങ്ങനെ ഇളക്കണം. ബേസ് ചേർത്ത് ഇളക്കി നന്നായിട്ട് ഇളക്കണം, കട്ട പിടിക്കാതെ. ഇനി ബാക്കി പൊടിയും കൂടെ നമുക്ക് അങ്ങിടാം. ഇത് ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാതെ ഇങ്ങനെ ഇത് ഫോൾഡ് ചെയ്ത് മടക്കി ഇതേ കണ്ടോ, ഇങ്ങനെ നന്നായിട്ടത് ഇളക്കണേ. ഡീപ്പായിട്ടുള്ള ഇത് എടുത്ത് അത് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇളക്കണം. മിക്സിക്കകത്തിട്ട് അടിച്ച് അല്ലെങ്കിൽ ബീറ്ററിട്ട് അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേക്ക് റബ്ബർ പോലെ ആയിപ്പോവും. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർക്കണം. അപ്പോൾ നമ്മൾ ബട്ടർ ഇതിനകത്തേക്ക് ഒഴിക്കാതെ ഇതിൽ നിന്നും ഒരല്പം എടുത്ത് ബട്ടറിനകത്തേക്കൊന്ന് ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ബട്ടറിനകത്തേക്ക് കുറച്ച് മാവ് നമുക്ക് അങ്ങോട്ടിടാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കലക്കിയതിന് ശേഷം നമുക്ക് തിരിച്ചങ്ങോട്ട് ഒഴിക്കാം. അത് നന്നായിട്ടൊന്ന് മുമ്പത്തെ പോലെ തന്നെ മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്റർ ശരിയായിട്ടുണ്ട്. കേക്ക് ട്രേക്കകത്ത് നന്നായിട്ട് ഇച്ചിരി ബട്ടറൊക്കെ പുരട്ടി. ഇപ്പോൾ ഇതുണ്ട്, ഹാർട്ട് ഷേപ്പാണ്. സാധാരണ നമ്മൾ റൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഒന്ന് വ്യത്യസ്തമായിട്ട് പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ശേഷം വാക്സ് പേപ്പറും കൂടെ വെച്ച് ഇനി ഇതിലേക്ക് നമുക്ക് ആ ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാൻ ചൂടാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് വയ്ക്കാം. ഒരു 180 ഡിഗ്രി ആണ് വെച്ചിരിക്കുന്നത്. 25 to 30 മിനിറ്റ്സ് മതി. വിപ്പിംഗ് ക്രീം ശരിയാക്കണം നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട്. മെഷർമെൻ്റ് എല്ലാം ഞാൻ ഒടുവിൽ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിനകത്ത് നോക്കിയാൽ മതി. ഇതിലേക്ക് വാനില എക്സ്ട്രാക്റ്റ് ഒഴിക്കാം. ഷുഗർ ഇടാം. വൈറ്റ് ഗ്രാനുലേറ്റഡ് ഷുഗർ ഇട്ടാൽ മതി. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ റോ ഷുഗർ ബ്രൗൺ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അത് ഇട്ടുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പഞ്ചസാര ഒന്ന് അലിഞ്ഞാൽ മതി. ഇത് ഷുഗർ ഇതിനകത്ത് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഇതൊന്ന് ക്ലിംഗ് ഫിലിം വെച്ച് അടച്ച് ഫ്രിഡ്ജിനകത്തോട്ട് 1 മണിക്കൂർ വെക്കണം. കാരണം നമ്മളിത് ബീറ്റ് ചെയ്യുമ്പം ഇത് നന്നായിട്ട് ഒന്ന് പൊങ്ങി വരണമെങ്കിൽ തണുത്തിരിക്കണം. ഇത് മാത്രമല്ല, ഇത് ബീറ്റ് ചെയ്യുന്ന ഈ സംഭവം കൂടെ നമുക്ക്
ബീറ്ററും കൂടെ ഫ്രിഡ്ജിനകത്ത് 1 മണിക്കൂർ 1.5 മണിക്കൂർ വെക്കണം. അപ്പോൾ അത് കേക്കൊക്കെ തണുത്ത് വരുമ്പോഴത്തേന് ഇത് ഫ്രിഡ്ജിനകത്ത് ഇരിക്കട്ടെ. കേക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. നമുക്കറിയാമല്ലോ ബ്ലാക്ക് ഫോറസ്റ്റിനകത്ത് ലോട്ട്സ് ഓഫ് ചെറീസും അതുപോലെ വിപ്പിംഗ് ക്രീമും. അപ്പോൾ ഇതിനുള്ള ചെറീസ് ഞാൻ ക്യാൻഡ് ചെറീസാണ് മേടിച്ചിരിക്കുന്നത്. എപ്പോഴും മേടിക്കുന്നത് കിട്ടിയത് ഒരെണ്ണം അങ്ങ് മേടിച്ചതാണ്. അപ്പോൾ ഈ ചെറീസ് തന്നെ നമുക്കൊന്ന് ഇതിൽ നിന്ന് സിറപ്പൊന്ന് മാറ്റിയെടുക്കണം. സിറപ്പിന് പക്ഷേ ഇച്ചിരി പുളിയുണ്ട്, അതുകൊണ്ട് നമുക്കൊരു ശകലം മധുരം കൂടെ ചേർക്കണം. അതിൻ്റെ പുളി അനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാൻ. ഈ സിറപ്പ് നമ്മൾ കേക്ക് ലെയറാക്കിയിട്ട് ആ കേക്കിൽ ഒഴിക്കാനായിട്ടാണ്. അപ്പം കുറച്ചുകൂടെ നല്ല ജ്യൂസി ആവും. അപ്പോൾ ഇനി നമ്മൾ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കിനി അടിച്ച് നന്നായിട്ട് തിക്കായിട്ട് പതച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പം ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചാൽ നന്നായിരിക്കും. കാര്യം ഇപ്പോഴും വരെ തണുപ്പിരിക്കും. ഇപ്പം ചൂടായി കഴിഞ്ഞാൽ ഇത് സെറ്റാകത്തില്ല. അതുകൊണ്ട് തണുപ്പായിട്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് ക്രീം വെക്കുമ്പോൾ എപ്പോഴും ഒരു സ്റ്റീൽ പാത്രത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്കത് ലെയറാക്കിയിട്ട് നമുക്ക് ക്രീം ഫിക്സ് ചെയ്ത് ശരിക്ക് ചെയ്യാം. 2 ലെയറാക്കുന്ന ഭാഗം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, അത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ 2 പീസായിട്ട് ഇപ്പോൾ ഹാഫ് പീസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ പീസ് വെച്ചു. നമ്മൾ സിറപ്പ് ആദ്യം കലക്കി വെച്ചിട്ടുണ്ടല്ലോ, ഈ സിറപ്പ് നമ്മൾ ആദ്യത്തെ ലെയറിനകത്ത് നമുക്ക് കുറച്ച് ഒന്നൊഴിച്ച് ഇച്ചിരി ഒന്ന് സോക്ക് ചെയ്യണം, കുറച്ച്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടിരിക്കും. ഇതിൽ നിന്ന് നമ്മളിനി അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ക്രീം വെക്കാം. ഇത് റൊട്ടേറ്റിംഗ് ടേബിളിലായിരിക്കുന്നത്. നിങ്ങളുടെ റൊട്ടേറ്റിംഗ് ടേബിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പാത്രമില്ലേ, അപ്പോൾ അതൊരു ഒരു ചെറിയ കപ്പിൻ്റെയോ അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ റൊട്ടേറ്റിംഗ് ടേബിളായിട്ട് അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിൽ നമുക്ക് ചെറി വയ്ക്കാം. നമ്മുടെ ഇഷ്ടം പോലെയും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ച് വെച്ചാൽ മതി. ചെറിയും ക്രീമും ചോക്ലേറ്റും. ഇതിന് മുകളിൽ മറ്റേ ലെയറോട് എടുത്ത് വയ്ക്കാം. ഇതും വെച്ചു. ഇത് ഒരുപോലെ വെക്കണേ. റൗണ്ടാണെങ്കിലും ഒക്കെ ഇത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വെക്കണത്. ഹാർട്ട് ഷേപ്പാണിത്. അപ്പോൾ ഇത് ഒരുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് ആ ചെറി സോസ് ഒഴിക്കാം. വിപ്പിംഗ് ക്രീം വെച്ച് കംപ്ലീറ്റ് ഇത് കവർ ചെയ്യാം. വിപ്പിംഗ് ക്രീം നമ്മൾ വെക്കുന്നത് അത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനാണെങ്കിൽ ഒരുപാട് പ്രൊഫഷണലായിട്ട് ഒരുപാട് ചെയ്യണ്ട. കാരണം ഒരുപാട് ക്രീം അത്ര നല്ലതൊന്നും അല്ലല്ലോ, ഷുഗറല്ലേ. അപ്പോൾ അത് നമ്മുടെ ഒരു ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അതെല്ലാം കൂടെ ആകെ മൊത്തം നോക്കുമ്പോൾ നല്ലൊരു ലുക്ക് വന്നാൽ മതി. പിന്നെ എത്രയും കുറച്ച് ക്രീം വെക്കുന്നോ അത്രയും നല്ലതാണ്. പ്രൊഫഷണലായിട്ട് നമ്മൾ അത് കൊടുക്കാനായിട്ടാണെങ്കിൽ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ടത് എല്ലാം ചെയ്താൽ മതി. ഇനി നമുക്കതിനകത്ത് ചെയ്യാനുള്ളത് കുറച്ച് ചോക്ലേറ്റ് ഫ്ലേക്സ് വേണം. ബാർ ചോക്ലേറ്റ്സിൻ്റെ നമ്മളിത് ഇങ്ങനെ ചീകി എടുത്താൽ മതി. ഇങ്ങനെ ചീകി എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഫ്ലേക്സ് കിട്ടും. ഇനി ഇതിനകത്തൊരു ചെറിയ ഡിസൈൻ ചെയ്ത്, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ വീഡിയോയ്ക്ക് താഴെ, അതൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ ALL ആ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. അത് ഓരോ ചെറി വെച്ചു. നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേക്സ് അങ്ങനെ എടുത്തത് റെഡിയാണ്. അപ്പോൾ നമുക്കിനി അതിലൊന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് ആക്കണ്ടേ. അപ്പോൾ അത് നമുക്ക് സ്പ്രിങ്കിൾ ചെയ്യാം. അപ്പോൾ നല്ല വെരി ജ്യൂസി ആൻഡ് സോഫ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. Till then, I am signing off and you stay safe.